सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. പിങ്കി പാങ്കി പോങ്കി ഇത്ര പവർഫുൾ ആയാലും പ്രശ്നമില്ല. ഇത്രയും ശക്തിയുള്ള ടാങ്കറുകൾക്ക് മുമ്പിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടോ മോട്ടു, കണ്ടോ അവര് 3 പേരും എങ്ങനെയാ ഇവിടുന്ന് ഓടാൻ പോകുന്നതെന്ന് കണ്ടോളൂ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ പരാക്രമം കൊണ്ട് തന്നെ എന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. മാത്രമല്ല എന്നെ നേരിടാനും നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾക്ക് വലിയ ധൈര്യമാണല്ലോ. ധൈര്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും ചോരയിൽ കലർന്നിട്ടുണ്ടോ പാങ്കി? ഒരാളുടെ മോശം സമയം ആഗമനമാകുമ്പോൾ അവൻ കാണിക്കുന്നതെല്ലാം വിഡ്ഢിത്തരമായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ടാങ്ക് കാണിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകുന്നോ? നിങ്ങൾക്കുള്ള ആപത്ത് നിങ്ങൾ തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി അടിക്ക്. ഫയർ. എന്താ നിർത്തിക്കളഞ്ഞത്? ഇനിയും ഫയർ ചെയ്യൂ. വേറെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പുറത്തെടുക്ക. എയർഫോഴ്സ് അറ്റാക്ക്, അറ്റാക്ക്. പത്ലു, നമ്മൾ എങ്ങനെയാ പത്ലു ഇവരുമായി ഏറ്റുമുട്ടുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? മോട്ടു, ഇതുകൊണ്ടൊന്നും നമ്മൾ തോൽക്കാൻ പോകുന്നില്ല. ആർമി ഒരിക്കലും തോറ്റ് പിന്മാറില്ല. നമ്മൾ ജയിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ജയിക്കും. മനസ്സിലായോ? ഓടിക്കോ. പത്ലു, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയെന്നാണ്. നിനക്ക് എന്താ തോന്നുന്നത്? പത്ലു, എവിടെ പോയി ഒളിച്ചു? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. വരൂ, ഞങ്ങളെ നേരിടൂ. General Secretary, we are all worried. ഈ സൂപ്പർ വില്ലൻസ് ലോകം മുഴുവനും അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരികയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഫോഴ്സ് അവരെ പിടിക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും യോജിച്ചു നിന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹലോ ജെന്റിൽമാൻ, ഞങ്ങൾ പിങ്കി പാങ്കി ആൻഡ് പോങ്കി. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ. ഇത്ര തിരക്കോ പുറത്തേക്ക് പോകാൻ? ഓ, മീറ്റിംഗ് നടക്കുകയായിരുന്നു അല്ലേ? സുഹൃത്തുക്കളെ, എനിക്കിത് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, ഞങ്ങളുടെ പവറിന്റെ മുന്നിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുകയായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്.
ഇന്നു മുതൽ ഈ ലോകം തന്നെ ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അതിലാർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പറയാം, മനസ്സിലായോ? കാരണം കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ കേൾക്കാനുള്ള ഈ മനസ്സൊക്കെ അങ്ങ് പോകുന്നു തോന്നുന്നു. ഞാൻ എന്റെ നാടിനെ നിങ്ങളുടെ അണ്ടറിൽ ഞാൻ തരില്ല. ഓക്കേ, നോ പ്രോബ്ലം. എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ നിന്നും പുറത്തു പോകാനാകും. നിങ്ങളുടെ ഈ താഴ്ന്ന തലകൾ ഇതാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ എന്നോട് സഹകരിക്കാൻ തയ്യാറാണെന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. മോട്ടു പത്രു, നിങ്ങൾ രണ്ടാളും വേഗം അകത്തേക്ക് ചെല്ലൂ. ഡോക്ടർ ജഡ്കാനും കസിരാറാമിനെയും പുറത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ ആ വില്ലന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അയാൾ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറിവേപ്പില പോലെ കളയുവാ ബോസ്. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? ആ പിങ്കി പാങ്കി പോങ്കിയുടെ സ്വപ്നമെന്ന് പറയുന്നത് ഈ ലോകമാണ്. പക്ഷേ ഈ ജോണിന്റെ സ്വപ്നമെന്ന് പറയുന്നത് ഫുർഫുറി നഗരം മാത്രമാണ്. ഈ ജോണിന് അത് മാത്രം മതി. ഈ ഫുർഫുറി നഗരത്തിന് ജോണായിരിക്കും രാജാവ്. ഈ ജോണായിരിക്കും. എന്റെ മൂട്ടിൽ എന്താ കൊണ്ടത്? സഹിക്കാൻ പറ്റുന്നില്ലേ? എന്നെ അല്ലടാ, അവന്മാരെ പോയി പിടിക്ക. എന്നെ താഴെ ഇറക്ക്. എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി, മനസ്സിലായോ? മോട്ടു പത്രു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും അവിടെ ചെയ്തു തന്നതല്ലേ? ചേട്ടാ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ എല്ലാം തകിടം മറിഞ്ഞു പോയി. നിങ്ങൾ തന്ന ആ മരുന്നില്ലേ? അതെ ഡോക്ടർ ജഡ്ക, അങ്ങനെ സംഭവിച്ചേ. എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല കാര്യം. വരൂ, നമുക്ക് ബോസിനെ അറിയിക്കാം. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. വരൂ പത്ലു ചങ്ക്, വേഗം സ്പ്രേ ചെയ്യാൻ നോക്ക്. വേഗം വരൂ. വേഗം വായോ, ഇവിടെയുണ്ട് മോട്ടും പത്ലും. എവിടെയാണ് അവരെല്ലാം? എവിടെയാണ്? നിങ്ങൾ രണ്ടുപേരല്ല പറഞ്ഞത് ഇവിടെ 4 പേരുണ്ടത്ര. അവിടെ ഉണ്ടായിരുന്നവര് ഓടിപ്പോയി. നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? സ്വപ്നം കണ്ടോണ്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നോ? അല്ല ബോസെ, ഉറങ്ങുകയൊന്നും ആയിരുന്നില്ല. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. പേടിപ്പിക്കുന്ന ശബ്ദം എവിടുന്നാ വരുന്നത്? ചങ്ക്, അത് പേടിപ്പിക്കുന്ന ശബ്ദമൊന്നുമല്ല, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിന്റെ ശബ്ദമാണത്. ഇതാ നോക്ക്. സ്പ്രേ മുറുക്കം പിടിക്ക. ഐഡിയ. സഹോദരി, ഈ ചെറിയ ചെറിയ സാധനങ്ങൾ എന്താ? എലികളല്ല, എന്നാലും അതുപോലെ തന്നെ
തന്നെയുണ്ട്. ഇത് കഴിക്കാൻ പറ്റുമോ? പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ പൂച്ചയ്ക്ക് എറിയായിട്ടില്ല. മമ്മി രക്ഷിക്കണേ. പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു പന്തായിട്ട് മാറിയിട്ടില്ല. രക്ഷിക്കണേ. എന്റെ ചങ്കേ പത്ലു, ആ വലുതാകാനുള്ള സ്പ്രേ ഒന്ന് അടിക്ക് വേഗം. അടിച്ചേക്കാം ഡോക്ടർ ജഡ്ക. ഇതെന്തുവാടാ ഇത്? ഇതെവിടുന്നാ വന്നത്? എനിക്കത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല, പക്ഷെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അത്ര പെട്ടെന്ന് പോകുകയില്ല. മോഷണം ഞാൻ ക്ഷമിക്കും, പക്ഷെ ഫുർഫുര നഗരത്തിലെ ജനങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഏയ് മോട്ടു പത്ലു, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ? യാ ചുട ചുട. നല്ല മണം. വെരി ഗുഡ്. എന്റെ അമ്മോ, ഈ മുറിക്കകത്ത് കാരങ്ങനെ വരുമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണല്ലേ? മക്കളൊരു കാര്യം ചെയ്യ്, മാമുണ്ട് കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോളാം, പക്ഷെ ഇപ്പോഴല്ലേ ചിക്കൻ കഴിച്ചത്. കുറച്ച് സമയം കഴിയട്ടെ, ഒന്ന് ദഹിച്ചോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അമ്മോ, അതും നിങ്ങൾ കണ്ട സ്വപ്നമായിരുന്നു. ഓക്കെ, ബൈ ബൈ, കിടന്ന് ഉറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീംസ്. ചിക്കൻ സാറേ, ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നില്ല, പിന്നെ ചിങ്കവും കാറും എങ്ങനെ അകത്തേക്ക് വന്നത്? ഞാൻ സ്വപ്നമാണോ കണ്ടത്? പക്ഷേ അവന്മാരുടെ കാര്യം ഓർക്കുമ്പോ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഇടി മേടിക്കും, അല്ലാതെ എന്താ? ആ പിങ്കിയും പാങ്കിയും പോങ്കിയും എന്നെ ഡോങ്കിയാക്കൂ. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ, വിട്ടോടാ. ഇതെന്താ പറ്റിയേ? എങ്ങനെ സംഭവിച്ചു? എന്റെ പൊന്നു ബോസ്, ഈ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമായതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഉറങ്ങി എന്നുള്ളത് സത്യമാണ്, പക്ഷേ മോട്ടുവും പത്ലുവും എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇല്ല, അവന്മാരെങ്ങനെ രക്ഷപ്പെടാനാ? ഡോക്ടർ ജഡ്ക, ഇതാ വന്നിരിക്കുന്നു നമ്മുടെ സൂപ്പർ ഹീറോ. കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലേ? സ്മാർട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഈ ഡ്രസ്സിന് പവറൊന്നും ഇല്ലല്ലോ. ഓ എന്റെ ചങ്കുകളെ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ സ്യൂട്ടിനുള്ളിൽ തന്നെയുണ്ട് ആയുധങ്ങൾ. നിങ്ങളൊന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ ആയുധങ്ങൾ പുറത്തേക്ക് വരും. ഞാൻ അതിനുള്ള ശ്രമത്തിലായിരുന്നു. കളി അവര് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പൊളിച്ചെടുത്തല്ലോ. എന്താ ആദ്യം തന്നെ ഉന്നം പിഴച്ചല്ലോ. ഓ സോറി സോറി, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ അവരെ വെള്ളം കുടിപ്പിച്ചായിരിക്കും കൊല്ലുക എന്ന്. പക്ഷെ ഈ വെള്ളം പെട്ടെന്ന് എവിടുന്നാ വന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ഇതിന്റെ അർത്ഥം ഈ സംഭവം വളരെ വിജയകരമായി പൂർത്തിയായെന്നല്ലേ? ഞാൻ ഇതിലെ ശാസ്ത്രപരമായിട്ട് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി നോക്കിയതാ. അവരുടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വായു, ജലം, അഗ്നി എന്നിവയൊക്കെയാണ് ചങ്കുകളെ. അല്ല ഡോക്ടർ ജഡ്ക, ആ പാർട്ടിക്കിൾസ് ഒക്കെ എങ്ങനെ എടുക്കുക? ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അവരെ നശിപ്പിക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ 5 എലമെന്റ്സും വേണം ചങ്കുകള്. 5 എലമെന്റ്സോ എന്ന് വെച്ചാ ഭൂമി, വെള്ളം, വായു, ആകാശം, തീയുമോ? ഓ എന്റെ ചങ്കുകളെ, ഞാനൊരു കാര്യം പറയട്ടെ.
ഞാൻ അമ്മാരുടെ അടുത്തുനിന്ന് ആ എലമെന്റ്സ് അടിച്ചു മാറ്റിയത് വളരെ ബുദ്ധിപരമായിട്ടാണ് ചങ്കുകളെ. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നൊരു കാര്യം ചങ്കുകളെ, നിങ്ങളുടെ ഉള്ളിൽ വെർട്ടിക്കൽ ക്യാമറകളുണ്ട്. അതിൽ നിന്ന് ലൈവ് ടെലികാസ്റ്റും കിട്ടുന്നതാണ്. താങ്ക് യു ഡോക്ടർ ജഡ്ക. താങ്ക് യു വലിയേട്ടാ. എനിക്ക് എന്താ ഇങ്ങനെ തോന്നുന്നത്? എന്തോ ഇപ്പോൾ ഇവിടെ നിന്നും പോയതുപോലെ. മോട്ടു, ഇപ്പൊ നമ്മൾ ഒരു എലമെന്റ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതായത് വായു. ഇനിയും ബാക്കി എലമെന്റ്സുകളൊക്കെ ഉണ്ട്. എർത്ത്, അതായത് ഭൂമി, മണ്ണ്. ഓക്കേ പത്ലു. അവിടെ നിൽക്കൂ. യുദ്ധം ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഓടിപ്പോകുന്നത് എന്തിനാ? വേഗം മോട്ടു. മോട്ടു, ഇപ്പൊ വായുവും ഭൂമിയും കഴിഞ്ഞു. അടുത്തത് വെള്ളത്തിലേക്കാ പോവേണ്ടത്. വരൂ, വെള്ളത്തിലേക്ക് പോവാ. മോട്ടു, അത് കണ്ടോ? സമുദ്രം. എന്നാ ശരി, സമയം ഒട്ടും ബാക്കിയില്ല. നമ്മൾ ബാക്കിയുണ്ടാവോന്ന് അറിയില്ല. കടലിൽ ഒരുപാട് അടിയിലാണ്. മുകളിൽ പോയി ശ്വാസം എടുക്കാനൊന്നും സമയമില്ല. പത്തുലു, പേടിക്കരുത്. നമ്മളെ കൊണ്ടിത് പറ്റും. വരൂ, ഫുർഫുറി നഗരത്തിന് വേണ്ടി നമ്മൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യണം. വേഗം വാ. രക്ഷിക്കണേ. എന്റെ മോട്ടു, നിനക്ക് ഓർമ്മയില്ലേ ഡോക്ടർ ജഡ്ക പറഞ്ഞതെല്ലാം? എന്താ മറന്നോ? സോറി പത്തുലു. പക്ഷെ ശ്വാസം പിടിച്ചു നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മോട്ടു, ഇനി കുറച്ച് സമയം കൂടെ മതി. ഓർമ്മ വെക്ക്, പ്രശ്നത്തിൽ തോൽക്കുന്നവരെ മോട്ടു പത്തുലുവും അല്ല. മനസ്സിലായോ? പത്തുലു, ഞാൻ തോറ്റു പിന്മാറില്ല. പക്ഷെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കേ, എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. നിനക്ക് ഓർമ്മയില്ലേ മോട്ടു, ഡോക്ടർ ജഡ്ക നമ്മളോട് എന്താ പറഞ്ഞെന്ന്? നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ? ആലോചിക്കേ. 1 2 3 സ്പീഡ്. മോട്ടു, 4ാമത്തെ എലമെന്റ് ആകാശത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ ഒരു എലമെന്റ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫയർ ആണ്. അവിടെ നിൽക്ക്. ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിടാൻ വാ. തയ്യാറുണ്ടെങ്കിൽ വാ. പാങ്കി ചേട്ടാ, ഞങ്ങൾ ഇപ്പോഴല്ലേ പറക്കാൻ പഠിച്ചത്. കുറച്ചുകൂടെ സമയം എന്താ, ഞങ്ങൾ നിക്കാന്ന്. മോട്ടു, ദേ കണ്ടോ ബേണിംഗ് പ്ലാനറ്റ്. ലെറ്റ്സ് ഗോ ടു ദ ബേണിംഗ് പ്ലാനറ്റ്. വരൂ മോട്ടു, നമ്മൾ ബേണിംഗ് പ്ലാനറ്റിന്റെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനകത്തേക്ക് പോയാ നമ്മുടെ കഥയും കഴിയും. പത്തുലു, നമ്മളെ കഥ കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ കൂട്ടത്തിൽ ആ 3 പേരും നശിക്കൂലേ? പിന്നെ ഈ ഫുർഫുറി നഗരത്തിന്റെ കൂടെ ഈ ലോകം മുഴുവനും സമാധാനത്തോടെ ജീവിക്കൂലേ? മോട്ടു പത്തുലു ബേണിംഗ് പ്ലാനറ്റിൽ ചെന്ന് ചാടിയല്ലോ. പാങ്കി, തീയിൽ ചിലപ്പോ നമുക്ക് ഡേഞ്ചർ ഉണ്ടാവും. നമ്മൾ സൂപ്പർ ഹീറോസ് ആണ്. അഗ്നി അവരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാനാ? ഒന്നും സംഭവിക്കില്ല. അവന്മാർ എവിടെ പോയി?
മോട്ടും പത്ലും എവിടെ പോയി നിങ്ങൾ? എനിക്ക് തോന്നുന്നത് ഗ്രഹത്തിനുള്ളിൽ അപ്രത്യക്ഷമായെന്നാ. ഞങ്ങളെ മിസ് ചെയ്തു അല്ലേ ബാങ്കി ചേട്ടാ? നിക്കോ പാങ്കി, ഞാനിത് കൈകാര്യം ചെയ്യാം. എന്ത് പറ്റി ബാങ്കി? എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു നിന്റെ കണ്ണിൽ കരട് പോയെന്ന കേട്ടോ. നല്ല ഐ ഡ്രോപ്സ് മേടിച്ച് ഒഴിക്കാൻ നോക്ക്, അപ്പൊ ശരിയായിക്കോളുന്നേ. മോട്ടു, നീ എന്താ കളിക്കാണോ? ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതിനെന്താ സംഭവിച്ചത്? എന്താ പറ്റിയേ? നിന്റെ മുടി കറങ്ങുന്നില്ലേ? ട്രൈ നിങ്ങൾ രണ്ടുപേരുടെയും പവറിന് എന്ത് സംഭവിച്ചു? അറിയില്ല. നീ എന്ത് വിചാരിച്ചു? നിങ്ങളെ പേടിച്ച് ഞങ്ങൾ ഓടുവാണെന്നോ? നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ ഞങ്ങളിപ്പോ എങ്ങോട്ടാ കൊണ്ടുവന്നെന്ന്? എയർ, പിന്നെ വാട്ടർ, സ്പേസ്, ഫയർ. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ സൂപ്പർ ഹീറോസ് അല്ലേ? മമ്മി, ഞങ്ങൾ സൂപ്പർ ഹീറോസ് അല്ലേ മമ്മി? ഇതെന്താണ് സംഭവിക്കുന്നത്? എപ്പോഴാണ് സംഭവിക്കുന്നത്? എവിടെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിച്ചത്? ഇനി ഈ ജോൺ എപ്പോഴാണ് ഓടാവുന്നത്? പിങ്കി പാങ്കി പോങ്കി യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇല്ല, സൂപ്പർ ഹീറോ പവർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പവർ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജയിക്കാനാണ്? ലെറ്റ്സ് സറണ്ടർ ഗൈസ്. വി ആർ ഡൺ. വി ആർ ഡൺ. മോട്ടു പത്ലു, വി സറണ്ടർ. നിങ്ങൾ തന്നെയാണ് ശരിയായ സൂപ്പർ ഹീറോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പഞ്ചഭൂതങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ആറാമത്തെ ഭൂതത്തെ നിങ്ങൾക്ക് കാണണ്ടേ? അത് നിങ്ങൾക്ക് ജയിലിനകത്ത് വെച്ച് കാണാം. കൺഗ്രാറ്റുലേഷൻസ്. മോട്ടു പത്ലു ഇന്ന് ഇന്ത്യയെ മാത്രമല്ല, പക്ഷേ മുഴുവൻ ലോകത്തെയാണ് സൂപ്പർ വില്ലൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എനിക്ക് അഭിമാനമുണ്ട് മോട്ടു പത്ലുവിനെ പോലെ ധീരനും ശൂരനുമായ ആൾക്കാർ നമ്മുടെ ഈ രാജ്യത്തിലുള്ളത്. ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മോട്ടു പത്ലുവിനെ ഈ വേദിയിൽ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യമാണ്, ഞങ്ങൾ സൂപ്പർ വില്ലൻസിനെ കീഴ്പ്പെടുത്തി എന്നുള്ളത്. പക്ഷേ അത് ഞങ്ങൾക്ക് മാത്രം സാധിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരൻ ഡോക്ടർ ജഡ്കയും ഘസീറ്റ റാമും ചിങ്കം സാറും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ. അതെ സാറേ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം. ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളോടൊപ്പം ചേർത്ത് ഞങ്ങൾക്ക് സമ്മാനം തരൂ പ്ലീസ് സാർ. വാ മോട്ടു പത്ലു, നിങ്ങൾ ശരിക്കും ഒരു ഹീറോയാണ്. ഹീറോ. Watch India's largest kids library only on Jio Hotstar. Download the app now.